കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണി ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പ്രോഗ്രാം കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ ആവലാതി എന്ന് പറയുന്നത് 100 വർഷമായി RSS രൂപീകരിക്കപ്പെട്ടിട്ട് ഈ 100 വർഷത്തിൽ കാണിക്കാത്ത ഹിന്ദുത്വവും തീവ്രവാദവും ഇനി കാണിക്കും. അതിനുള്ള നടപടികളാണ് കേന്ദ്ര ഭരണത്തിൽ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ കുറേ KGB എന്ന് പറഞ്ഞ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം കേരളത്തിലൊക്കെ കുറേ ഫണ്ടിങ് നടത്തി. കേരളം ബംഗാളുകളിലെ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിൻ്റെ സന്തതി പരമ്പരകളായിട്ട് പോകുന്ന ഈ വാർത്താ വായനക്കാർ ഒക്കെ ഇന്നും കേരളത്തിൻ്റെ അതിൻ്റെ അലയൊലികൾ നിലകൊള്ളുന്നു എന്നാണ് ഈ സാംസ്കാരിക ജീവികളെ കാണുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇവർ കാണാത്തത് ഈ പലസ്തീന് വേണ്ടി കരയുന്നവരെയും ജിഹാദികളെയും ഹമാസോളികളെയും കാണാതെ 100 വർഷമായിട്ട് തീവ്രവാദം അവരുടെ അസ്തിത്വത്തിലില്ലാത്ത RSS എന്ന സംഘടന 100 വർഷത്തിന് ശേഷം കാണിക്കും എന്ന് പറയുന്നതിലുള്ള ഔന്നിത്യം, അതല്ലെങ്കിൽ എന്തോ ഒരു വാക്കില്ല, അതിലുള്ള ആ ഒരു ലോജിക് എന്താണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹാങ് ഓവർ, അതായത് ശീതസമരക്കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസം എന്നുള്ള പേരിലും മാർക്സിസം എന്നുള്ള പേരിലും വന്ന ആ ഒരു ഹാങ് ഓവർ മാറാത്ത രീതിയിലാണ് ഉണ്ണി ബാലകൃഷ്ണനെ പോലെയും ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ളവരൊക്കെ പറയുന്ന ഇതുകൾ. അവരെന്തൊക്കെയോ ഒരു പുരോഗമനവാദവും ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളെ ഇന്നും കബളിപ്പിച്ച് പോരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ RSSനെ പറ്റി, RSS എന്താ ചെയ്തത്, ഒരു വടി പിടിച്ചിട്ട് ഹൂ ഹാ ജും ബും എന്ന് പറഞ്ഞ് കായിക അഭ്യാസം നടത്തുന്നതല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല. മഹാത്മാഗാന്ധി കൊന്നത് അവരുടെ ഒരു ലേബിളിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ പറഞ്ഞത് ഹിന്ദു മഹാസഭയാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്നാണ്. RSSന് പങ്കില്ല എന്നാണ്. അതെന്തോ ആവട്ടെ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നില്ല. അത് ആരൊക്കെയാണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതിൽ പ്രതിപാദിക്കുക, അതല്ല എൻ്റെ വിഷയം. അതായത് ഒരു മഹാത്മാഗാന്ധിയെ കൊന്നു ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാവുന്നതുപോലെ അവരുടെ അസ്തിത്വത്തിൽ, RSSൻ്റെ അസ്തിത്വത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഇതില്ല എന്നുള്ളത്, തീവ്രവാദ മനോഭാവം ഇല്ല എന്നുള്ളത് കഴിഞ്ഞ 100 വർഷത്തിൽ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ളവർ വളരെ അഗ്രസീവായിട്ട്, അതായത് റിപ്പോർട്ടറിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ റിപ്പോർട്ടർ ചാനലിൽ നിന്നും അദ്ദേഹം വിട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ്, അതായത് ആ കേരളത്തിലെ മാധ്യമ രംഗത്തും സാംസ്കാരിക നായകരുടെ ഇടയിലും നിലകൊള്ളുന്ന ഇത്തരത്തിലുള്ള കോൾഡ് വാർ മെൻറ്റാലിറ്റി, ആ ഒരു ഹാങ് ഓവർ, അത് കഴിഞ്ഞു. 90കളിൽ സോവിയറ്റ് യൂണിയൻ തീർന്നതോടുകൂടി കമ്മ്യൂണിസം അടച്ചു പൂട്ടി എന്നുള്ളത് ഇവർക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. തന്നെയുമല്ല, ഇവരത് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ ഇവർ ആ ജിഹാദികളെയും കൂടി പറയാനായിട്ട് എന്താ നിങ്ങൾക്ക് നാണോ മാനോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇതിലും ഭേദം കക്കാൻ പൊക്കൂടെ? അതായത് കള്ളന്മാർക്കൊരിതുണ്ട്. കാരണം ഇപ്പം പരസ്യമായിട്ട് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇന്ദിരാഗാന്ധി ഇതിനെ നിരോധിച്ചത്, അതല്ലെങ്കിൽ 1925 തുടങ്ങി ഇന്ന് 2025 100 വർഷത്തെ RSS എന്ന സംഘടന മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊന്നൊടുക്കിയോ? ഇല്ല. അവർക്ക് അധികാരവും ഭരണമുണ്ട്. എന്നിട്ടും അവർ ആ ഒരു പാത്തോളജിക്കലായിട്ടുള്ള തീവ്രവാദം അവരുടെ ഇടയിലല്ല, ഇസ്ലാമിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും ഉള്ളിലാണ് കൊന്നൊടുക്കുക എന്ന സിദ്ധാന്തം നിലനിൽക്കുന്നത് എന്ന് ഉണ്ണി ബാലകൃഷ്ണന്മാരും ഡോക്ടർ അരുൺകുമാർമാരും അതിനോട് ചേർന്നൊക്കെ നമ്മുടെ ഇയാളും പോണത്, ശ്രീകണ്ഠൻ നായരും ഇപ്പം നമ്മുടെ ഈ മലർനാടൻ എന്ന് ഇറങ്ങിയിരിക്കുന്ന പുതിയ സാധനത്തിൻ്റെയും ഇതും അവിടേക്ക് തന്നെ ചെല്ലണമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയാണ്, RSS ചെയ്തത് കാണിക്കും. ഇനി 100 വർഷത്തിന് ശേഷം ഇനി അങ്ങോട്ട് ചെയ്യും എന്ന് പറയുന്നതിൽ ഉണ്ണി ബാലകൃഷ്ണൻ ചാടി പറയാണ്, കണ്ടോ അവർ പയ്യെ മാനവിക വിഭവശേഷിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ അവിടെ ഇടപെടുന്നു. ഇത് എവിടേക്കാണ് പോകുന്നത്? 100 വർഷമായിട്ട് ചെയ്തില്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണ ഇനി ചെയ്യില്ല. ഉണ്ണി നീ അത് മനസ്സിലാക്ക്. നീ ആ
മറ്റേ തുരങ്കം ഉണ്ടാക്കിയിട്ട് ഹമാസ് എന്നും പറഞ്ഞ് അതിനു വേണ്ടി അയ്യോ പാവം പറയുന്നവർക്കെതിരെ നീ മിണ്ട് ഉണ്ണി ബാലകൃഷ്ണ. എന്താ ഉണ്ണി നീ അത് മിണ്ടാത്ത? ആരാ ഉണ്ണി സ്വന്തം താമസിക്കുന്ന ഉണ്ണിയുടെ വീടിന്റെ താഴെ തണലുണ്ടോ? ആരാ 1400 വർഷമായിട്ട് അവനിൽ വിശ്വസിക്കാത്തവർക്കെതിരെ യുദ്ധം ചെയ്തിരിക്കുന്നു? യുദ്ധമാണെന്നാ പറയുന്നത്. ജീവിതം എന്നും സമാധാനപരമായിട്ട് RSS ആണെങ്കിലും ക്രൈസ്തവ സമൂഹമാണെങ്കിലും ജൂതന്മാരാണെങ്കിലും പറയുന്നത്, ഞാനൊരു പരിധിവരെ കമ്മ്യൂണിസ്റ്റിനും പറയാണ്, സമാധാനമായിട്ട് ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. ടണലുണ്ടാക്കി പൊട്ടിക്കാൻ നടക്കുന്നവൻ ആണോ നിന്റെ ഈ ഏറ്റവും വലിയ ഒരു ഇതുള്ള ക്രെഡിറ്റുള്ള ആൾക്കാരെന്ന് പറയുന്നത്? ഒന്നും കൂടി ഉണ്ണി ചിന്തിക്കണം. ഉണ്ണിക്ക് എവിടെയോ തെറ്റുപറ്റിയിരിക്കുന്നു. പുരോഗമനവാദവും ശാസ്ത്ര സാങ്കേതികയും ഒക്കെ പറഞ്ഞു നിങ്ങൾ, പക്ഷേ വെറുതെ പച്ചനെ വന്നിട്ട് നോണ പറയരുത്. അതിൽ ഭേദം കക്കാൻ പോവുക, അതായത് കൊല്ലരുത്. പോയിട്ട് ഇപ്പോൾ വീടുകളുടെ പുറത്തൊക്കെ ഏതെങ്കിലും ഉരുളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പയ്യെ അടിച്ച് മാറ്റി കൊണ്ടുപോയി അത് വിൽക്കണതാ നല്ലത്. എന്തിനു വേണ്ടിയിട്ട്? ആരെ സുഖിപ്പിക്കാനാണ്? ആരെയാ സുഖിപ്പിക്കണേ? നമുക്കറിയാം, ഒരു പ്രത്യേക സമുദായത്തിൻ്റെയാണ് ഈ നാട്ടിലെ, കേരളത്തിൽ പ്രത്യേകിച്ച് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സും ബിസിനസ്സുകളും മാളുകളുണ്ട്. അവരുടെ പരസ്യം മാത്രമാണ് പച്ചനെ ജനങ്ങൾക്കറിയാം. ഈ പരസ്യത്തിന് കൊടുക്കുന്നത്, ഞാൻ നിങ്ങളോട് പച്ചനെ പറയാലോ ജനങ്ങളോട്, 500 രൂപ 1000 രൂപ കൊടുക്കും. ഈ ഓരോ പരസ്യങ്ങൾ നമ്മൾ വരണില്ലേ, കാണൂ ഞങ്ങളുടെ സ്വർണം കാണൂ, ഞങ്ങൾ സാമാനത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്ന സ്വർണം കാണൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ സാമാനത്തിൽ ഒളിപ്പിച്ച് ഇന്ത്യൻ ടാക്സ് പറ്റിച്ച് കൊണ്ടുവന്ന സ്വർണം കാണൂ, അവരുടെ പരസ്യം കൊടുത്ത് ഉണ്ടാക്കണ പൈസ നിസ്സാരമുള്ളൂ. പക്ഷെ ഇതിലും ഭേദം കക്കാൻ ഒരു ഉരുളി കട്ടുകൊണ്ട് പോയാലും നിങ്ങൾ ഈ ജനങ്ങളെ മൊത്തം പറ്റിക്കാണ്ടിരിക്കണം. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ.